തൂലിക മൗനമായ ദിവസം ബൈ മഞ്ജു മനോജ്. മീരേ, മീരേ, അവിടെ നിൽക്ക്. നീ ഇതെങ്ങോട്ടാ ഓടുന്നത്? വഴുതി വീഴും, മെല്ലെ പോയാൽ മതി. ഇപ്പോഴൊന്നും എടുക്കില്ല, ആരോ വരാനുണ്ട് പോലും. നന്ദിനി ചേച്ചി, ഇതാരോടാ പറയുന്നത്? അയൽക്കാരി സുധ ചോദിച്ചു. അത് പിന്നെ കേട്ട പാതി കേൾക്കാത്ത പാതി. അവൾ ട്രെയിൻ കയറി ക്ഷീണിച്ചു വന്നതാ. വന്നയുടനെ ഇല്ലത്തേക്ക് പോകാൻ ഇറങ്ങിയതാണ്. പോയിക്കോട്ടെ നന്ദിനി ചേച്ചി, അവൾക്ക് പിന്നെ അങ്ങോട്ട് പോകാതിരിക്കാനാകുമോ? പോയി വരട്ടെ, എന്നാലേ അവൾക്ക് സമാധാനം കിട്ടൂ. ആ, ഞാനും ഒന്നും പറയുന്നില്ല. ഞാൻ ഒരു തവണ പോയി വന്നു, ഇനി വയ്യ ആ മുഖം കാണാൻ. അതുകൊണ്ടാ അവൾ പോയി വരട്ടെ. പിന്നിൽ നിന്ന് പറയുന്നതൊന്നും കേൾക്കാതെ മീര മുന്നോട്ട് ആഞ്ഞു നടന്നു. പാടവരമ്പിൻ നീളം കൂടി വരുന്നുണ്ടോ ദൈവമേ. നടന്നിട്ടും എത്തുന്നില്ലല്ലോ. പാടവരമ്പിന്റെ ഒരറ്റം അമ്പലത്തിന്റെ കൽപ്പടവുകളിലും മറ്റൊരറ്റം ഇല്ലത്തെ പടപ്പുരയിലുമാണ് അവസാനിക്കുന്നത്. കാവിനടുത്തുള്ള നടവഴിയിലൂടെയായിരുന്നു മീര നടന്നത്. ഓടിയും നടന്നും വന്നതുകൊണ്ട് തന്നെ കിതപ്പ് ഒന്നടങ്ങിയ ശേഷമാണ് അവൾ അകത്തേക്ക് ചെന്നത്. കുന്തിരിക്കത്തിന്റെയും ചന്ദനത്തിരിയുടെയും രൂക്ഷഗന്ധം അവിടെയെല്ലാം തളം കെട്ടി നിന്നിരുന്നു. അവൾ കണ്ടു, ആ തണുത്ത നിലത്ത് പുൽപ്പായയിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന തൻ്റെ മാഷിനെ. ചുണ്ടിൽ എന്നും കാണാൻ കഴിയുന്ന ആ ചെറുപുഞ്ചിരി അപ്പോഴും ഉണ്ടായിരുന്നു. ഒന്നേ നോക്കിയുള്ളൂ. അറിയാതെ മനമൊന്ന് തേങ്ങിപ്പോയി. കണ്ണീർ മൂർഖങ്ങളെയും പദം പറഞ്ഞ് കരയുന്ന അമ്മയെയും കടന്ന് അവൾ പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഒതുക്കുകല്ലിൽ ചുമരും ചാരി അവൾ തളർന്നിരുന്നു. അകത്ത് ആരുടെയോ വരവിനായി എല്ലാവരും നിന്നു. മാഷിനെ ആദ്യമായി കണ്ടത് അവളുടെ ഓർമ്മകളിലേക്ക് കടന്നു വന്നു. മാഷേ, ഇതെന്റെ മകൾ മീര. അച്ഛൻ അവളെ ചേർത്തു പിടിച്ച് മുന്നിലുണ്ടായിരുന്ന ആളോട് പറഞ്ഞു. ഇല്ലത്തെ ആളുകൾ ഉച്ചഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് അതുമായി അവൾ അവിടെ എത്തിയതായിരുന്നു. ആണോ മോളെ? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? സൗമ്യമായ സ്വരം. 6ാം ക്ലാസ്സിൽ. വിനയത്തോടെ അവൾ മറുപടി പറഞ്ഞു. മാഷേ, ഇവൾ വായിക്കുകയും ചെറുതായിട്ട് എഴുതുകയും ചെയ്യും, അച്ഛൻ അഭിമാനത്തോടെ പറഞ്ഞു. എന്നാൽ ഈ വരുന്ന ഞായറാഴ്ചയാ വായനശാലയിൽ സാഹിത്യ സമാജം നടത്തുന്നുണ്ട്, അങ്ങോട്ട് വരൂ, വാത്സല്യത്തോടെ അദ്ദേഹം പറഞ്ഞു. അതാരാണച്ചാ? ഒരു വലിയ കലാകാരനാണ്. നീ വായനശാലയിൽ പോയി നോക്ക്, അപ്പോൾ കൂടുതൽ മനസ്സിലാകും ആരാണെന്ന്. അതും പറഞ്ഞ് അച്ഛൻ പറമ്പിലേക്ക് ഇറങ്ങി. വായനശാലയിൽ വെച്ചാണ് അദ്ദേഹം ആരാണെന്നും അദ്ദേഹത്തെ എന്തൊക്കെ കഴിവെന്താണെന്നും മീര മനസ്സിലാക്കിയത്. സ്വന്തമായി എഴുതിയ ഒരു കവിതാ സമാഹാരം സമ്മാനമായി നൽകുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം അവളുടെ ജീവിതത്തെ ഒരു വഴികാട്ടിയായി മാറി. ഏത് സംശയത്തിനും ഏത് പ്രതിസന്ധിക്കും അദ്ദേഹത്തിനരികിൽ ഉത്തരമുണ്ടായിരുന്നു. കാലം എത്ര വേഗമാണ് കടന്നുപോയത്. മാഷ് പിന്നീട് കോളേജിൽ ലെക്ചററായി ചേർന്നു. തൻ്റെ വിവാഹം കഴിഞ്ഞ് ഭർത്തൃ വീട്ടിലേക്ക് പോയതിനോടെ മാഷുമായുള്ള ബന്ധം പതിയെ അകന്നു. ഭർത്തൃ വീട്ടിലെ നരകയാതനകൾക്കിടയിൽ ഒരു ദിവസം ജീവിതം തന്നെ അവസാനിപ്പിക്കാമെന്ന് അവൾ തീരുമാനിച്ചു. പക്ഷേ വിധി അവളെ അവിടെ തന്നെ തോൽപ്പിച്ചില്ല. ആശുപത്രിയിലെ ഇരുണ്ട മുറിയിൽ ബോധമില്ലാതെ കിടന്ന ദിവസങ്ങൾ. അങ്ങനെയാണ് ഒരു ദിവസം പുസ്തക പ്രകാശ ചടങ്ങിനായി മാഷ് അവിടെ എത്തുന്നത്. താനുണ്ടെന്നറിഞ്ഞ് ഓടിയെത്തിയ മാഷ് സങ്കടം ആ കണ്ണുകളിൽ അവൾ കണ്ടു. കൈകളിലേക്ക് ഒരു പേനയും പുസ്തകവും നൽകി അദ്ദേഹം പറഞ്ഞു. എഴുതണം, നിന്റെ മനസ്സിലുള്ളതെല്ലാം എഴുതണം. നിന്റെ നൊമ്പരവും കണ്ണീരും പ്രതീക്ഷകളും എല്ലാം ഇതിൽ നിറയണം. നീ പഴയതുപോലെ ഊർജ്ജസ്വലമായി തിരികെ വരണം. നിന്റെ പുസ്തകം പ്രകാശനം ചെയ്യാൻ ഞാൻ വരും. ആ വാക്കുകൾ അവളുടെ ജീവിതത്തെ വീണ്ടും എഴുന്നേൽപ്പിച്ചു. കാലങ്ങൾക്ക് ശേഷം തൻ്റെ കഥകൾ ചേർത്തെഴുതിയ പുസ്തകം പ്രകാശനം ചെയ്യാനായി അദ്ദേഹം അവിടെ വന്നു. അന്നേ ദിവസം മികച്ച കഥാകാരിക്കുള്ള പുരസ്കാരവും അവൾ ഏറ്റുവാങ്ങി. ജീവിതത്തിൻ്റെ നിലയ്ക്കില്ലായത്തിൽ നിന്ന് കിട്ടിയ കച്ചി തുരുമ്പായിരുന്നു എനിക്കെൻ്റെ മാഷ്. പക്ഷേ സർവീസിൽ നിന്നും വിരമിച്ചതിൻ്റെ 7ാം നാൾ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്നെ ഞാനാക്കിയ എൻ്റെ ദൈവം.
അവൾ മനസ്സിൽ പറഞ്ഞു. പുറത്തു നിന്ന് കൂടുതൽ ഉച്ചത്തിൽ സംസാരം കേൾക്കാൻ തുടങ്ങിയപ്പോൾ അവൾ അങ്ങോട്ട് നടന്നു. വരാനുള്ളയാൾ എത്തി. ആരോ പറയുന്നത് കേട്ടു. മാഷിന്റെ അനുജൻ, എൻ്റെ ബാല്യകാല സുഹൃത്ത് ശ്രീകുട്ടൻ. അവനായിരുന്നു എല്ലാവരും കാത്തിരുന്നത്. അവനെത്തിയതോടെ അവസാന കർമ്മങ്ങൾ ആരംഭിച്ചു. ഇനിയും ആ തൂലികയിൽ നിന്ന് ഒരുപാട് കഥകൾ പിറക്കുമായിരുന്നു. നഷ്ടം ഈ ലോകത്തിന് മാത്രം. നന്ദി.